ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വണ്ടേഴ്സ് ഓഫ് കേരളയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മുരിങ്ങയില കൊണ്ട് എങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കാമെന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ എങ്ങനെയാണ് മുരിങ്ങയില കൊണ്ട് നമ്മൾക്കൊരു പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് വടയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1.5 കപ്പ് കടലപ്പരിപ്പ്, അതുപോലെ അതിനകത്ത് ആഡ് ചെയ്യേണ്ട തിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു സവാളയുടെ അര പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളകും 1-2 വറ്റൽമുളക് എടുക്കാം. ഇവിടെ ഞാൻ 3 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ചായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഫുള്ളായി അരയാനും പാടില്ല, വെള്ളം ഒരുപാട് ആഡ് ചെയ്യാനും പാടില്ല. ജസ്റ്റ് കുറച്ച് അരച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ പരിപ്പൊന്ന് കടിക്കാനായിട്ട് പറ്റണം എന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ അരച്ചെടുക്കണം. ഓവർ വെള്ളം ആയാലും നമുക്കിത് ഉരുണ്ടയാക്കാനായിട്ട് കിട്ടില്ല. മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ മുരിങ്ങയില കൊണ്ടാണ് നമ്മളിവിടെ പരിപ്പടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് മുരിങ്ങയില ആവശ്യത്തിന്, ഇപ്പോൾ ഞാനിവിടെ 1 പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുവരെ ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. കാര്യമായിട്ട് ചെറിയൊരു അംശം മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ അരച്ചു വെച്ച ഈ കടലപ്പരിപ്പ് കുറേ സമയം ഇരിക്കുന്നതോറും കയ്പ്പ് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരുപാട് ഉപ്പിടാൻ പാടില്ല, ശകലം ഉപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ മുരിങ്ങയിലയും കൂടെ ആഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ മുരിങ്ങയിലയും അതുപോലെ സവാള, ഇഞ്ചി, അതുപോലെ കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക് എല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഉപ്പടക്കം ആഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എങ്ങനെയാണിത് ഉരുണ്ടയാക്കിയിട്ട് പരത്തിയിട്ട് എങ്ങനെ നമ്മൾ പരിപ്പുവടൻ്റെ ആ ഷേപ്പിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും, അതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് പരിപ്പുവട ഉണ്ടാക്കാൻ പോകുന്നത്. 10 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഒരുവിധം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതിലേക്ക് വട ഇടാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് മാത്രം വേവുള്ളൂ, മറ്റേ സൈഡ് വേവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾക്ക് ഇതിനകത്ത് ഇടാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുക, പച്ചവെള്ളം എടുക്കുക, ജസ്റ്റ് ഒന്ന് കൈ മുക്കുക, എന്നിട്ട് ബോൾ പോലെ ആക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് പരത്തി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം ആക്കുന്നത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആക്കിയിട്ടിത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കയ്യിലോട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായ ശേഷം അതിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ വട കളിക്കിട്ടിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ 2 സൈഡും നല്ലൊരു കളർ വന്ന് നമ്മൾ ഒരു ബ്രൗണിഷ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം നല്ലോണം ലോ ആക്കിയിട്ട് നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഹൈ ആവുകയാണെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഹൈയിൽ വെക്കാൻ പാടില്ല, അതുപോലെ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വട വെന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കളർ ചേഞ്ച് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. തനിനാടൻ മുരിങ്ങയിലിട്ട് വെച്ച പരിപ്പടിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.